എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കനും മുട്ടയും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ചിക്കൻ മുട്ട അടുക്ക്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും ഇഞ്ചും ചതച്ചെടുത്തതാണ്. അതിട്ടെടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടോളം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 വലിയ സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, പകരം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. നല്ലോണം വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. കപ്പില്ലാച്ചെങ്കിൽ 1 ഗ്ലാസ് മൈദപ്പൊടി ഇട്ടെടുത്താൽ മതി. 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തെടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഈ തിക്നെസ്സിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല കട്ടി ഉണ്ടാവാനും പാടില്ല, എന്നാൽ നല്ലോണം ലൂസും ആവണ്ട. ഈ ഒരു പരുവത്തിലായിട്ട് അരച്ചെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇതേപോലെ ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഗ്രീസ് ചെയ്ത് കൊടുക്കാം. പാൻ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇനി പാനിലേക്ക് 1 കയ്യിൽ മാവാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഈ മാവൊന്ന് ചെറുതായിട്ട് വെന്ത് വന്നാൽ ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം. ഇതിൻ്റെ സൈഡിലേക്കൊന്നും ഫില്ലിങ് വെക്കണ്ട, ഇതേപോലെ സൈഡിൽ നിന്നും കുറച്ച് വിട്ടായിട്ട് വെച്ചെടുത്താൽ മതി. പകുതി മാത്രം വെച്ചെടുക്കുക, നമുക്കിത് മടക്കിയെടുക്കാനുള്ളതാണ്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ അങ്ങനെ മാവ് ഒഴിച്ചെടുക്കാം, ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ സൈഡ് ഭാഗം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, നല്ലോണം ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് മാവ് ഒഴിച്ചെടുക്കാം. ആ സൈഡ് ഭാഗം നല്ലോണം കവർ ചെയ്തെടുക്കുക. ഈ ഭാഗത്ത് നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം. ഇത് നേരത്തെ ചെയ്തെടുത്തതുപോലെ തന്നെ ഈ സൈഡ് ഭാഗത്തേക്ക് മാവാക്കി കൊടുക്കാം. എന്നിട്ട് ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വേണം തിരിച്ചിട്ടെടുക്കാൻ. ഇവിടുന്ന് അങ്ങോട്ട് ഒരിക്കലും തിരിച്ചിട്ടെടുക്കരുത്, ഇപ്പോൾ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും കൂടുതലുള്ള ഭാഗത്തു നിന്ന് വേണം ഇങ്ങോട്ടേക്ക് കവർ ചെയ്ത് കൊടുക്കാൻ. എണ്ണ പുരട്ടിയിട്ട് ബാക്കിയുള്ള ഭാഗത്തും കൂടി മാവ് ഒഴിച്ചെടുക്കാം. പാനൊന്ന് ഇതേപോലെ ചെരിച്ച് കൊടുത്തിട്ട് ആ ഭാഗം നല്ലോണം ഒന്ന് കവറായി കിട്ടണം, എന്നാലാണ് ഇത് പൊട്ടാതെ നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫില്ലിങ് വെച്ചെടുക്കാം. ഇതേപോലെ തന്നെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. ഇതൊരു 5 or 6 ലെയർ ആവോളം ചെയ്തെടുത്താൽ മതി. കൂടുതൽ ലെയറായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മാവ് ഇതേപോലെ 2 മുട്ടയടുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളതുണ്ട്. ഇതിൻ്റെ അറ്റം നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്തെടുക്കണം, എന്നാലും നമ്മൾ വിചാരിച്ച പോലെ ആവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഒരു മുട്ടയടുക്കും കൂടി ചുട്ടെടുക്കുകയാണ്. നമ്മൾ കണ്ട പോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. പിന്നെ ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ദോശ നല്ല മുരിഞ്ഞു പോകാൻ പാടില്ല. നല്ല മുരിഞ്ഞു പോയാൽ ദോശ പൊട്ടിപ്പോവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പരുവത്തിലാണ് നമുക്ക് ദോശ കിട്ടേണ്ടത്. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാലാണ് ദോശ മുരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കേ വേണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ ഫില്ലിങ് വെച്ചെടുക്കുമ്പോൾ ഈ സൈഡ് ഭാഗത്തേക്കൊന്നും വെക്കരുത്. അങ്ങനെ വെച്ചെടുത്താൽ ദോശ ഒട്ടി കിട്ടാൻ കുറച്ച് പ്രയാസമാവും. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. അങ്ങനെ മുഴുവൻ ഫില്ലിങ്ങും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 ചിക്കൻ മുട്ടയടുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മുട്ടയടുക്ക് നല്ല രീതിയിൽ നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ചിക്കനും മുട്ടയും വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്